ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡം, എനിക്ക് മാഡത്തോട് രഹസ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ രശ്മി? ഫോൺ ചെയ്ത് പറയണമെന്ന് വിചാരിച്ചത്, പക്ഷെ അന്നത് സാധിച്ചില്ല. മാത്രമല്ല, ക്ലിയർ എവിഡൻസ് കിട്ടിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് മാഡത്തോടത് പറഞ്ഞേ പറ്റൂ. മാഡം എന്നോട് വാ. വാ മാഡം. ഇങ്ങോട്ടൊന്നും ആരും വരില്ല രശ്മി. രശ്മി പറഞ്ഞോ. ആദ്യം എന്റെ ഡൗട്ടായിരുന്നു. ആ ഡൗട്ട് വെച്ച് ഞാൻ പരിശോധിച്ചപ്പോ എല്ലാം സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്താ രശ്മി? എല്ലാം തുറന്നു പറയേ. മാഡം, ആരൊക്കെ എന്തൊക്കെ വേല വെച്ചാലും എത്ര കാലം കഴിഞ്ഞാലും ഈ ബിസിനസ് സ്ഥാപനങ്ങളുടെ എല്ലാം ഏക അവകാശി മാഡം ആണ്. അതിവിടെ എല്ലാവർക്കും അറിയാം. എനിക്കങ്ങനെ സ്ഥാനമാനങ്ങളൊന്നും വേണ്ട രശ്മി. അതും അറിയാം മാഡം. പക്ഷേ മാഡത്തിനിട്ട് ചെയ്ത ഈ ചതിയുടെ കഥ മാഡം അറിയാതെ പോകരുത്. രശ്മി പറയേ. മാഡത്തെ ഇവിടുന്ന് പുറത്താക്കാൻ അന്നിവിടെ വലിയൊരു ഗൂഢാലോചന നടന്നു. ഗൂഢാലോചനയോ? അതെ, ദീപക് സാറും ആ സാന്ദ്രയും ചേർന്നാണ് മാഡത്തിനെതിരെ ഗൂഢാലോചന നടത്തിയത്. സാന്ദ്രയും ദീപക്കും തമ്മില് വഴിവിട്ട ബന്ധമായിരുന്നു. അല്ല, അവളിപ്പോ എവിടെയാ ആ സാന്ദ്ര? അവള് ജയിലിലായി. ജയിലിലോ? അതെ. ഇങ്ങനെയൊക്കെ നടന്നല്ലേ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. അവൾക്ക് ഇതൊക്കെ കിട്ടണം. അത്തരം ഒരു ചതിയാ അവള് മാഡത്തോട് ചെയ്തത്. അല്ല, എന്ത് ചതിയ ചെയ്തെന്ന് വ്യക്തമാക്ക് രശ്മി. മാഡം, അന്നുണ്ടായ ആ 20 കോടിയുടെ നഷ്ടമെന്ന് പറയുന്നത് സാന്ദ്രയും ആ ദീപക്കും കൂടി ഉണ്ടാക്കിയതാ. അവര് ചെയ്ത തിരിമറികളുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. മാഡം വാ, ഞാൻ കാണിച്ചു തരാം. വാ മാഡം. എനിക്ക് അന്നേ സംശയം തോന്നിയത്, പക്ഷെ ഞാൻ അതിന്റെ പുറകെ പോയില്ല. ചതിച്ചവരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല മാഡം. ആദ്യം ഞാൻ ആ കമ്പനിക്ക് ഒരു മെയിൽ അയക്കട്ടെ. ശരി മാഡം.